പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഒന്നൊരു ഉണർവില്ലാത്ത പ്രൈസ് ലോർഡ്. എൻ്റെ പേര് രാജു, എൻ്റെ ഭാര്യ ജലജ. ഞങ്ങൾ കേരളത്തിൽ എറണാകുളം ജില്ലയിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. ഇപ്പം ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു തോട്ടത്തിലെ കൂലിപ്പണിയാണ്. ഞാൻ എന്നാറുപുരം ദേശത്താണുള്ളത്. 5-6 കൊല്ലമായി അവിടെയുള്ളത്. 10-16 വർഷം മുമ്പ് കർത്താവിനെ തിരിച്ചറിയുകയും സ്നാനമേൽക്കുകയും, ഇന്ന് സ്നാനത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. സ്നാനമേൽക്കുകയും 5-10 കൊല്ലം കഴിഞ്ഞ ശേഷം കർത്താവിൽ നിന്ന് ഞാൻ വേർതിരിഞ്ഞ് പിന്മാറ്റത്തിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് എന്താ പറയുക, കർത്താവിനെ വീണ്ടും എനിക്ക് വേണമെന്നും അതൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് നടന്നു. ഇങ്ങനെ എന്നാറുപുരം ദേശത്തും ഞാൻ കർണാടകത്തിൻ്റെ പല മൂലയിലും ഇങ്ങനെ നടന്നെങ്കിലും ഒരു ദൈവമായിട്ട് കോണ്ടാക്റ്റുള്ള ഒരാളെ എനിക്ക് കണ്ടുമുട്ടാൻ സാധിച്ചില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് എന്നാറുപുരം ദേശത്ത് പാസ്റ്റർമാരുണ്ട്, ദൈവദാസന്മാരുണ്ട്, അതുപോലെ തന്നെ ദൈവമക്കളുണ്ട്. ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് കേട്ടോ. പക്ഷെ അന്നത്തെ കാലത്ത് ഞാൻ ഈ നടക്കുന്ന സമയത്തൊന്നും ഒരു ദൈവത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ വളരെയേറെ വേദനയോടെ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാലിൻ്റെ മുട്ടിൻ്റെ ഡിസ്ക് രണ്ടും തേയ്മാനമായി നടക്കാൻ ഒട്ടും വയ്യാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു. അതിൻ്റെ എക്സ്റേ ഞങ്ങൾ ആദ്യം താമസിച്ച സ്ഥലത്തായിപ്പോയി. സോറി, അത് കൊണ്ടുവരാൻ സാധിച്ചില്ല. എന്താ പറയുക, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ ലോറിയിലൊക്കെ മരം കയറ്റുന്ന കണ്ടിട്ടുണ്ടാവും. അതുപോലെ സ്റ്റെപ്പിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ച് ഞാൻ തള്ളിക്കയറ്റുകയോ ചെയ്യാം. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോഴും നാട്ടിലോട്ട് പോകുമ്പോഴും ഒക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ 13-14 വർഷം ഞാൻ അധ്വാനിച്ച കാശ് മുഴുവനും ഹോസ്പിറ്റലിൽ കളഞ്ഞു. എൻ്റെ കൈ കാണുമ്പോൾ അറിയാം, അതേപോലെ അധ്വാനിക്കുന്ന ഒരു കൈയാണ്. 5000 രൂപ, 4800, 5000 രൂപ ഒരു മാസം ഞങ്ങൾക്ക് വേണം ഇവളുടെ ട്രീറ്റ്മെൻറ്റിന് മാത്രം. ഞാൻ അധ്വാനിക്കുന്ന കാശ് ഏകദേശം മരുന്നിന് വേണ്ടി തന്നെ ചിലവഴിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യം ജോലി ചെയ്ത സ്ഥലത്തു നിന്നും എനിക്ക് അവിടെ ചെറിയ ഇഷ്യൂ ഉണ്ടായി. ഞാൻ അവിടെ നിന്ന് മാറിയുണ്ടായി. പക്ഷേ ഞാൻ അവിടെ വന്ന സമയത്ത്, ഞങ്ങളവിടെ നിന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്, ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ റൈറ്റർ എല്ലാം അവിടെ അതിൻ്റെ മുതലാളിമാരും അതുപോലെ തന്നെ അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ റൈറ്റർ, ഇപ്പോൾ നിലവിലുള്ള റൈറ്റർ ഓടി വന്ന് എനിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നു. ഒരു പരിചയവുമില്ലാത്ത ഒരു വ്യക്തി എനിക്ക് വന്ന്, ഒരു റൈറ്ററിൻ്റെ സാധാരണയൊക്കെ ആണെങ്കിൽ ഞാനൊരു കൂലിപ്പണിക്കാരൻ, ഒരു റൈറ്റർ വന്ന് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു വ്യത്യസ്തത ഞാൻ ആ മനുഷ്യനിൽ കണ്ടു. പക്ഷേ അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ അന്ന് തന്നെ ആ മനുഷ്യൻ ഞങ്ങൾ ആ റൂമിലാക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ കഴിഞ്ഞ് പോയ സമയത്ത് എനിക്ക് ഉറച്ചു വിശ്വാസമായി. കാരണം ഞാനിത് മുമ്പേ കേട്ടിട്ടുണ്ട്, ദൈവവേലയായിട്ട് നടന്നൊരു വ്യക്തിയാണ്. ദൈവം എന്തായിരുന്നെന്നും ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തതെന്നൊക്കെ എനിക്ക് നല്ല ബോധമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയും കൂടിയാണ്. അങ്ങനെ ഈ വ്യക്തി എന്നോട് പറഞ്ഞു, ഇങ്ങനെ മംഗലാപുരം ദേശത്തു നിന്നും ഒരു പാസ്റ്റർ ഇങ്ങനെ അവിടെ ഒരു പ്രയറിന് വരുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം, സിസ്റ്ററേയും കൊണ്ടൊന്ന് അവിടെ വന്നു നോക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കേട്ടില്ല. കാരണം ഞാൻ പിന്മാറ്റത്തിലായതുകൊണ്ട് എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ പുള്ളി വെറുതെ ഇരുന്നില്ല. അതിൻ്റെ ശേഷമുള്ള വ്യാഴാഴ്ച ദിവസം ഈ പാസ്റ്റ്, അതായത് നമ്മുടെ അജി പാസ്റ്റേയും കൂട്ടി ഈ വ്യക്തി കൂടെ 2-3 സഹോദരന്മാരും കൂടി ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വരാനിടയായി. അങ്ങനെ പറഞ്ഞു, വൈകുന്നേരം ഒരു പ്രയറിന് വാ, സഹോദരിക്ക് എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ വരട്ടെ, എല്ലാവരും കൂടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ മനസ്സോടുകൂടി വൈകുന്നേരം ഞങ്ങൾ പ്രയറിന് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം തിരിച്ചു വന്നു. എന്നായിരുന്നു കാലിൽ വീഴത്തിൽ വന്ന ഡേറ്റ്? കഴിഞ്ഞ മെയ് 24-ാം തീയതി ഞങ്ങൾ ഇവളെയും കൊണ്ട് അങ്ങനെ പ്രയറിന് പോയ സമയത്ത് ദൈവം അവിടുന്ന് വിടുതലിനെ കുറിച്ചുള്ള ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന സമയത്ത്
പെട്ടെന്ന് ഇവളുടെ തലയിൽ കൈ വെക്കാൻ ഇങ്ങനെ കൈ ടച്ച് ചെയ്തു പാസ്റ്റർ. ആ സമയത്ത് കറണ്ട് പോയി അവിടെ ഇൻവേർട്ടർ ഉണ്ടായിരുന്നു, ലൈറ്റ് കത്തി. പാസ്റ്റർ പെട്ടെന്ന് കൈ വലിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ ഇവൾക്ക് എന്തോ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നു. അതായത് പെട്ടെന്ന് അവിടെ തറയിൽ ഇരിക്കാൻ തോന്നി. എന്നിട്ടൊന്നും പുള്ളിക്കാരത്തി ഇരുന്നില്ല. ഒരു ഭയമായി, ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ പറ്റുമെന്നുള്ള പേടിയായി. അങ്ങനെ ഞങ്ങൾ പ്രേയറൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ തിരിച്ച് പാസ്റ്റർ വണ്ടിയിലാണ് അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഇറക്കി. വിനോയ്പുരത്തിന് അവിടെ കൊണ്ട് ഇറക്കി കഴിഞ്ഞ്, സാധാരണ പുള്ളിക്കാരത്തി കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ ഞാൻ പിടിക്കണം. ആ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പിടിക്കാൻ വേണ്ടി എന്നോട് പറയുകയോ ഞാൻ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. പക്ഷെ പുള്ളിക്കാരത്തി തന്നെ കാറിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് വീട്ടിലോട്ട് നടന്നു വന്നു. പിന്നെയാണ് അത്ഭുതം കാണാൻ തുടങ്ങി. വന്നതോടെ പുള്ളിക്കാരത്തി ബാത്റൂമിൽ പോയി തിരിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ കാല് ശരിക്കും നടക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. മടക്കാൻ പറ്റാത്ത കാലും കൊണ്ട് പുള്ളിക്കാരത്തി ഭയങ്കര സ്പീഡിൽ നടന്നു വരുന്ന രംഗം ഞാൻ കാണും. വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക്. എൻ്റെ അപ്പൻ ചില്ലറക്കാരനല്ലെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്നെ പിടിക്കാൻ എൻ്റെ അപ്പൻ ഒരു അത്ഭുതം ചെയ്തു. സ്തോത്രം. വലിയ സ്റ്റെപ്പാണ്, 5-6 സ്റ്റെപ്പ് കയറണം. ഞങ്ങളുടെ റൂമിലേക്ക് കയറണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു പുള്ളിക്കാരത്തോടൊന്ന് കയറാൻ പറഞ്ഞു. സെക്കൻഡ് കൊണ്ട് പുള്ളിക്കാരത്തെ മേലെ കയറി താഴെ ഇറങ്ങി. അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് കയറണമെങ്കിൽ ശരിക്കും 2 സൈഡിലും കൈ ഇങ്ങനെ ഊന്നി വേണം പുള്ളിക്കാരത്തേക്ക് ആ സ്റ്റെപ്പ് കയറാൻ. പാസ്റ്റർ കണ്ടിട്ടുണ്ട് ആ സ്റ്റെപ്പ്. ദൈവം ഒരത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, തുള്ളിച്ചാടുക ചെയ്തേ. ഈ 13 വർഷമായിട്ട് ഞാനൊരു സന്തോഷം ശരിക്ക് ഞാൻ അനുഭവിക്കുക ചെയ്തേ. ഞാൻ അപ്പം തന്നെ എൻ്റെ സഹോദരന്മാരുടെയൊക്കെ അറിയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. കർത്താവ് അത്ഭുതം, ദൈവത്തിൻ്റെ കരം ആ പ്രാർത്ഥനയിലൂടെ ദൈവം തൊട്ടു. ഇന്നും ഇതിപ്പോൾ കാല് മടക്കി വേണമെങ്കിൽ കാണിച്ചു തരും പുള്ളിക്കാരത്തി. ഇങ്ങനെ കാല് മടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ കാലിങ്ങനെ മടക്കാൻ പറ്റത്തില്ല. എത്രയോ വർഷം ഇങ്ങനെ വടിയോടെ നടന്നിരുന്ന പുള്ളിക്കാരത്തി. കാലിലെ ഡിസ്കിൻ്റെ തേയ്മാനമൊന്നും ദൈവത്തിനൊന്നും അല്ല കേട്ടോ. ദൈവം തൊട്ട അതിലൊരുപടി എനിക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം ഒരു അവസരം കൂടി എനിക്ക് ഒരുക്കി തന്നാണ്. പാസ്റ്റർ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ, ഒരു ദൈവദാസനെ അവിടെ ദൈവം അയച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വരാൻ യാതൊരു സാധ്യതയില്ലായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ അത്രയും വർഷം ദൈവപൈതലായിട്ട് നടന്നിട്ട് എനിക്ക് കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കേണ്ടി വന്ന ദൈവത്തിൻ്റെ വേദന എന്നെ വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം എന്നെ അടുപ്പിച്ചു. അതെൻ്റെ ഭാര്യയിലൂടെയാണ് അടുപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്താ പറയുക, ഇനി എണ്ണാറപ്പുറം ദേശത്ത് ഞങ്ങൾക്ക് വന്ന വിടുതലും എനിക്ക് എൻ്റെ പണ്ടത്തെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ ദൈവം എന്നെ, ഞങ്ങളെ കുടുംബത്തെ അനുവദിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം എനിക്ക് പകരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2 മാസമായിട്ടുള്ളൂ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട്. അതിനു മുന്നേ ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങളൊരു ഹിന്ദു വിശ്വാസികളായിരുന്നു. ഇപ്പോൾ അതല്ല. ഞാൻ ഭഗവതിനെയും കൃഷ്ണനെയും എല്ലാം പൂജിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞങ്ങൾ ഈ അനാർപുരത്ത് വന്നതിന് ശേഷം, ഈ ഗുണ്ടള്ള എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയും വന്നതിന് ശേഷം എനിക്കിങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി. അതോടുകൂടി ഞാൻ എൻ്റേതായ ദൈവങ്ങളെല്ലാം ഞാൻ വിട്ടു. എല്ലാവരും പോയി. ഇപ്പം ഞാൻ യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ചു. അങ്ങനെ മാത്രം ഞാൻ ജീവിക്കുന്ന ഒരാളായി. ഇനിയും മുന്നോട്ടും അങ്ങനെ തന്നെ ഞാൻ ജീവിക്കുകയുള്ളൂ. സ്നാനപ്പെടുന്ന കാര്യം പാസ്റ്റർ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനുള്ള ഒരുക്കം എനിക്ക് ആരും മനസ്സിനായിട്ടില്ല. പക്ഷെ ഞാനത് ചെയ്യും. യേശുക്രിസ്തു അനുവദിച്ചാൽ ഞാനത് ചെയ്തിരിക്കും. എനിക്ക് അത്രയും വിശ്വാസമാണ് എൻ്റെ യേശുവിനെ. അത്രയും വിശ്വാസമാണ്. താങ്ക് യു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കന്നഡ ആൾക്കാർക്കിത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഒന്ന് പറയാം.
ഞാൻ ആദ്യം ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ ഇരിക്കുന്നില്ല, നിൽക്കുക. ಅವರು ಎನ್ನಾರ್ಪುರ ಎಂಬ ಜಾಗದಲ್ಲಿ ಹೋದಾಗ ಈ ಸಿಸ್ಟರ್ ಅವರು ಬರೀ ಕೂತ್ಕೊಳ್ತಿದ್ರು, ഇരിക്കുന്നില്ല, നിൽക്കുകയാണ്, ಕೂತ್ಕೊಳ್ತಿರ್ಲಿಲ್ಲ. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇരിക്കുക, കുഴപ്പമില്ല ഇരിക്കുക. ഞാൻ വിചാരിച്ചു ഇപ്പോൾ റെസ്പെക്റ്റോടെ, പാസ്റ്റിനുള്ള റെസ്പെക്റ്റോടെ ಇರಿಕತ್ತಿಲ್ಲ എന്ന്. ಪಾಸ್ಟರ್ ಎನಿಸಿದ್ರು ಅವ್ರ ರೆಸ್ಪೆಕ್ಟಲ್ಲಿ ನಿಂತುಕೊಂಡಿದ್ದಾರೆ ಅಂತ. ಆ್ಯಕ್ಚುಲಿ ಅವರಿಗೆ ಕೂತ್ಕೊಳ್ಳಿಕ್ಕೆ ಆಗ್ತಿರ್ಲಿಲ್ಲ. അന്നേരമാണ് പറയുന്നത് എനിക്ക് തന്നെ ഇരിക്കാൻ പറ്റത്തില്ല. ಆಗ ಅವರು ಹೇಳಿದರು, ನನಗೆ ತನ್ನಷ್ಟಕ್ಕೆ ಕೂತ್ಕೊಳ್ಳಿಕ್ಕೆ ಆಗೋದಿಲ್ಲ ಅಂತ. ഇതുപോലെ ചെയറിൽ തന്നെ ഇരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ನಿಮಗೆ ನೀವು ನಂಬ್ತೀರಾ? ಈ ಥರ ಒಂದು ಚೇರಲ್ಲಿ ತನ್ನಷ್ಟಕ್ಕೆ ಅವರಿಗೆ ಕೂತ್ಕೊಳ್ಳಿಕ್ಕೆ ಆಗ್ತಿರ್ಲಿಲ್ಲ. അതിന് ഹസ്ബൻഡ് പിടിച്ചിരുത്തണം. ಅವರ ಹಸ್ಬೆಂಡ್, ಅವರ ಗಂಡ ಅವರು ಕೈಯನ್ನು ಹಿಡಿದುಕೊಂಡು ಅವರನ್ನು ಕೂತ್ಕೊಳ್ಳಿಸಬೇಕಾಗಿತ್ತು. കാരണം കാല് ബെൻഡ് ആവത്തില്ല. ಯಾಕೆಂದರೆ ಅವರ ಕಾಲು ಬೆಂಡ್ ಆಗುವುದಿಲ್ಲ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു സാരമില്ല പിടിച്ചിരുത്തുന്ന പറഞ്ഞു. ആ ഇരുത്തുന്ന ആ സീൻ കണ്ട് ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട് ആ സീൻ. ಈಗ ಕೂಡ ಅವರ ಗಂಡ ಅವರನ್ನು ಕೈಯನ್ನು ಹಿಡಿದು ಅವರನ್ನು ಕುರ್ಚಿಯಲ್ಲಿ ಕೂತ್ಕೊಳ್ಳಿಸುವ ಸೀನ್ ಈಗಲೂ ನನ್ನ ಮನಸ್ಸಲ್ಲಿ ಹೋಗ್ತಾ ಇಲ್ಲ. എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമായി. ತುಂಬ ಒಂದು ಮನಸ್ಸಿಗೆ ಒಂದು ಭಾರವಾಯಿತು. ദൈവം എന്നോട് സംസാരിച്ചു. ದೇವರು ಮಾತಾಡಿದರು, ഇത് രോഗമല്ല, ಇದೊಂದು ರೋಗವಲ್ಲ, ഇവരകത്തുള്ളൊരു രോഗാത്മാവാണ്. ಇದೊಂದು ರೋಗದ ಒಂದು ಸ್ಪಿರಿಟ್ ಆಗಿದೆ ಇವರೊಳಗೆ. ഞാൻ അന്ന് അവരുടെ അടുത്ത് അത് പറഞ്ഞിട്ട് ഇത് ഞാൻ അവരോട് പറഞ്ഞു, ഓപ്പണായിട്ട് പറഞ്ഞു, ഇത് രോഗാത്മാവാണ്, നിങ്ങൾ ഇതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല, പ്രാർത്ഥനയ്ക്ക് വാ, സൗഖ്യമാവെന്ന് പറഞ്ഞു. ಅವರ ಹತ್ರ ಓಪನ್ ಆಗಿ ಅವರು ಹೇಳಿದರು, ಇದು ರೋಗವಲ್ಲ, ಇದು ರೋಗದ ಒಂದು ಆತ್ಮವಾಗಿದೆ, ಆದುದರಿಂದ ನೀವು ಪ್ರೇಯರಲ್ಲಿ ಬಂದರೆ ಇದಕ್ಕೆ ಬಿಡುಗಡೆ ಲಭಿಸುತ್ತದೆ. ഇവർ പറഞ്ഞ കാര്യം, പല കാര്യങ്ങളും പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളുണ്ട്. ಇವರು ತುಂಬ ವಿಷಯ ಹೇಳಿದರು, ಅದು ಕೂಡ ನನಗೆ ಜೀರ್ಣ ಆಗಲಿಕ್ಕೆ, ನಂಬಲಿಕ್ಕೆ ನನಗೆ ಸಾಧ್ಯವಿಲ್ಲ. വലത്തെ കാലിൻ്റെ എക്സ്റേ എടുത്തത് അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ರೈಟ್ ಸೈಡ್ ಲೆಗ್ ಇದು ಎಕ್ಸ್ರೇ ತೆಗೆದದು ಕೂಡ ಅವರ ಕೈಯಲ್ಲಿ ರಿಪೋರ್ಟ್ ಇದೆ. ആ എക്സ്റേ കണ്ടിട്ട് ഡോക്ടർമാർ പോലും ഷോക്കായി പോയെന്നാണ് പറഞ്ഞു. ಆ ರಿಪೋರ್ಟನ್ನು ನೋಡಿ ಡಾಕ್ಟ್ರಿಗೆ ಕೂಡ ಆಶ್ಚರ್ಯವಾಯಿತು. കാരണം ആ കാൽമുട്ടിൽ ഒന്നുമില്ല, എല്ലാം പോയി. അത് ആ നീ റീപ്ലേസ് ചെയ്താലേ പറ്റത്തുള്ളൂ. ಅದರಲ್ಲಿ ಆ ನೀಯಲ್ಲಿ ಏನಿಲ್ಲ, ಬೇರೆ ಏನು ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ, ಬರೀ ರಿಪ್ಲೇಸ್ಮೆಂಟ್. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ചിലവ് വരും ഒരു നീ റീപ്ലേസ് ചെയ്യണം. ಹಾಗಾದರೆ ಎಷ್ಟು ಖರ್ಚಾಗ್ಬೋದು, എന്തുമാത്രം റെസ്റ്റ് എടുക്കണം, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ಅದರಲ್ಲಿ ಎಷ್ಟು ತೊಂದರೆ ಆಗ್ಬೋದು, ಎಷ್ಟು ರೆಸ್ಟ್ ಬೇಕು. ഇവർ ബസ്സിലൊക്കെ പോകുമ്പം നേരത്തെ പറഞ്ഞത് കന്നഡക്കാർക്ക് അറിയത്തില്ല, അതുകൊണ്ടെന്നുള്ള പറഞ്ഞു, ഈ വലിയ ലഗേജ് ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന പോലാണ് പുള്ളിക്കാരി പൊക്കിയെടുത്ത് സ്റ്റെപ്പിലോട്ട് വെക്കുന്നത്. ಇವರೆಲ್ಲ ಈಗ ಇವರ ಬ್ರದರ್ ಈಗ ಹೇಳಿದರು, ಪುನಃ ಅದನ್ನು ಹೇಳ್ತೇನೆ. ಇವರ ಬಸ್ಸಿಗೆ ಹತ್ತುವಾಗ ನಾವು ಹೇಗೆ ಲಗೇಜನ್ನು ತೆಗೆದು ಬಸ್ ಒಳಗೆ ಹಾಕ್ತೀವಿ, ಅದೇ ರೀತಿಯಲ್ಲಿ ಕೂಡ ಇವರನ್ನು ಎತ್ತಿ ಅವರನ್ನು ಬಸ್ಸಿನೊಳಗೆ ಹಾಕ್ತಿದ್ರು. അതിൻ്റെ പേരിൽ ഇവർ ഒരുപാട് ബസ്സുകാരിൽ നിന്ന് വഴക്ക് കേട്ടിട്ടുണ്ട്. ಅದರಿಂದ ಅವರಿಗೆ ಬಸ್ಸಿನವರಿಂದ ಕೂಡ ತುಂಬ ಕೇಳಲಿಕ್ಕೆ ಬಂತು. കാരണം ഇങ്ങനെ പൊക്കിയെടുത്തൊക്കെ വെക്കുമ്പോഴത്തേന് ലേറ്റ് ആകും എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ಯಾಕೆಂದರೆ ಬಸ್ಸಲ್ಲಿ ಗೊತ್ತುಂಟಲ್ಲ, ಕಂಡಕ್ಟರ್ಸ್ನವರೆಲ್ಲ ಬೈತಾರೆಲ್ಲ, ಸ್ವಲ್ಪ ಲೇಟ್ ಆಗ್ತದೆ. പല സമയത്തും വീണ് പോകാനായിരുന്നു ഇന്നലെ പറഞ്ഞ കാര്യം. പല സമയത്ത് ഇറങ്ങാൻ നേരത്തെ ഒരു പെട്ടെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, അങ്ങനെ വീണ് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ತುಂಬ ಟೈಮಲ್ಲಿ ಕೂಡ ಅವರು ಇಳಿಯುವಾಗ ಸಹ ಅವರು ಬೀಳಲಿಕ್ಕೆ, ತುಂಬ ಸಲ ಬೀಳಲಿಕ್ಕೆ ಹೋದರು. ಯಾಕೆಂದರೆ ಅದು ಅರ್ಜೆಂಟಲ್ಲಿ ಅವರು ಇಳಿಲಿಕ್ಕೆ ನೋಡ್ತಾ ಇದ್ರು. ಯಾಕೆಂದರೆ ಬಸ್ಸಿನವರು ಕೂಡ ಕಿರಿಕಿರಿ ಮಾಡ್ತಾ ಇದ್ರು. ഏകദേശം 15 വർഷം, ಸಾಧಾರಣ ಒಂದು 15 ವರ್ಷ, 15 വർഷത്തെ അവരുടെ വേദനയും പ്രയാസമാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവം മാറ്റിയത്. 15 ವರ್ಷದಿಂದ ಇರೋ ನೋವನ್ನು ದೇವರು ಒಂದು ಸೆಕೆಂಡಲ್ಲಿ ಮಾರ್ಪಡಿಸಿದ್ರು. ಹಲ್ಲೆಲೂಯಾ. ഇവർ ഏകദേശം കണക്കൂട്ടി, ഇന്നലെ ഇരുന്ന് കണക്കൂട്ടിയിട്ട് പറഞ്ഞു, ഏകദേശം 8,40,000 രൂപ മരുന്നിന് മാത്രം ചിലവായി. ನಿನ್ನೆ ಮೊನ್ನೆ ತನಕ 8,40,000 ಅಷ್ಟು ಖರ್ಚಾಗಿದೆ മരുന്നിന് മാത്രം, ಮದ್ದಿಗೆ ಮಾತ್ರ. പിന്നെ പോക്ക് വരവ് ചെലവ്, അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് അത് ലക്ഷങ്ങൾ വരും വേറെ. ಅದು ಹೋಗಿ ಬರ್ಲಿಕ್ಕಿರುವ ಖರ್ಚು ಇದರಲ್ಲಿ ಲೆಕ್ಕ ಇಲ್ಲ, ಫುಡ್ ಇದು ಲೆಕ್ಕ ಇಲ್ಲ. ಹಾಗಾದ್ರೆ ಲೆಕ್ಕ ಲಕ್ಷ ಕಟ್ಟಲೆ ಹೋಗ್ತದೆ. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, സിദ്ധ, വേറെ വല്ലതും ഉണ്ടോ? ഇതെല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തു. ಆಯುರ್ವೇದ ಆಯಿತು, ಹೋಮಿಯೋಪತಿ ಆಯಿತು, ಯಾವ ಪತಿಗಳು ಎಲ್ಲ ಗೊತ್ತಿಲ್ಲ, ತುಂಬ ಪತಿಗಳಾಯಿತು. ഇവർക്കൊന്നും വിടുതൽ കൊടുക്കാൻ പറ്റിയില്ല. ಇದರಲ್ಲಿ ಏನು ಬಿಡುಗಡೆ ಅವರಿಗೆ ಲಭಿಸಲಿಲ್ಲ.
അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ദൈവം സംസാരിച്ചു. ഞാൻ ഇവരുടെ തലയിലോട്ട് കൈവെക്കാനായിട്ട് പോയി. ಇವರು ಪ್ರಾರ್ಥಿಸುವಾಗ ದೇವರ ಸ್ವರ ಇವರು ಕೇಳಿದ್ರು. ಅವರ ಥೈರಾಯ್ಡ್ಗೋಸ್ಕರ തൈറോയിഡ് അല്ല അവർക്ക്, അവരുടെ തലയെ കൈവെക്കാൻ പോയി. ಅವರ ತಲೆ ಮೇಲೆ ಕೈ ಇಡ್ಲಿಕ್ಕೆ ಹೋದ್ರು. പെട്ടെന്ന് കറണ്ട് പോയി. ಸಡನ್ ಆಗಿ ಕರೆಂಟ್ ಹೋಯ್ತು. കറണ്ട് പോയി. അപ്പോൾ എന്നാലും ഞാൻ ജസ്റ്റ് തലയിൽ കൈ വെച്ചിട്ട് ഞാൻ ബാക്കിലോട്ട് പോയിരുന്നു. ಕರೆಂಟ್ ಹೋದದಕ್ಕೆ ಜಸ್ಟ್ ಕೈ ಇಟ್ಕೊಂಡು ಆಚೆ ಹೋದ್ರು. പക്ഷെ ആ ഒരു ജസ്റ്റ് ഒരു ടച്ച്, ಆ ಒಂದು ಟಚ್, അതിൽ അവരിലേക്ക് ഒരു ഇലക്ട്രിക് പവർ വ്യാപരിച്ച് ഞാൻ അറിഞ്ഞു അപ്പം തന്നെ. ಅವರಲ್ಲಿ ಆ ಪವರ್ ಟ್ರಾನ್ಸ್ಫರ್ ಆಯಿತು. ಪಾಸ್ಟರಿಗೆ ಸಮೇತ ಅದು ಗೊತ್ತಾಯಿತು. അതിനുശേഷം അപ്പോൾ തന്നെ അവരോട് ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞു. താഴെ ഇരുന്ന് നോക്കാൻ ദൈവം പറഞ്ഞവരോട്. ಅಷ್ಟರೊಳಗೆ ಪಾಸ್ಟರ್ಗೆ ಗೊತ್ತಾದ ಹಾಗೇನೆ ಅವರಿಗೆ ಕೂಡ ಗೊತ್ತಾಯಿತು. ದೇವರ ಸ್ವರ ಅವರಿಗೆ ಕೂಡ ಕೇಳಿತು, ಕೂತ್ಕೊಳ್ಳಿ ಅಂತ. അവരുടെ അവിശ്വാസം മൂലം അവർ ഇരുന്നില്ല. ಅವರು ನಂಬಿಕೆ ಇಲ್ಲದಕ್ಕೆ ಅವರು ಕೂತ್ಕೊಳ್ಳಿಲ್ಲ. അങ്ങനെയാണ് രാത്രി വീട്ടിൽ പോയപ്പോൾ ഇത് തിരിച്ചറിയുന്നതും ഹീലായെന്ന് മനസ്സിലാവുന്നു. ಅವರು ಮನೆಗೆ ರಾತ್ರಿ ಹೋದಾಗ ನಂತರ ಅವರಿಗೆ ಗೊತ್ತಾಯಿತು ಅವರು ಸೌಖ್ಯ ಹೊಂದಿದ್ದಾರೆ ಅಂತ. എന്നെ സംബന്ധിച്ച് ഇതിനേക്കാളും എല്ലാം വലിയ അത്ഭുതം, ഈ രോഗം സൗഖ്യമായതിനേക്കാളും വലിയ അത്ഭുതം, ಇದಕ್ಕಿಂತ ದೊಡ್ಡ ಅದ್ಭುತವಾದ ವಿಷಯ ഞാൻ ചിന്തിക്കുന്നത്, ನಾನೆನಿಸುವುದು, ഒരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ട് വന്ന് തിരിച്ചുപോയ ആ സഹോദരനെ വീണ്ടെടുത്തതും, ಒಂದ್ಸಲ ರಕ್ಷಣೆ ಹೊಂದು ವಾಪಸ್ ಹೋಗಿ ಆ ಸಹೋದರನನ್ನು ಕರೆದದು, രക്ഷിക്കപ്പെടാത്ത ഈ സഹോദരിയെ രക്ഷയിലേക്ക് കൊണ്ടുവന്നതുമാണ് ഇതിനേക്കാളും വലിയ അത്ഭുതം. ಹಾಲೆಲೂಯ. ಇದು ನೀಪೇನಿಗಿಂತ ಅವರನ್ನು ವಾಪಸ್ ರಕ್ಷಣೆಗೆ ತರುವುದೇ ದೊಡ್ಡ ವಿಷಯವಾಗಿದೆ. 2 ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടാൻ പറ്റി. 2 ಆತ್ಮಗಳು ದೇವರಿಗೋಸ್ಕರ ಮೀಸಲ್ಪಟ್ಟಿತು. രോഗങ്ങൾ സൗഖ്യമാക്കുന്നത് വലിയ കാര്യമല്ല. ರೋಗಗಳು ಸೌಖ್ಯವಾಗುವುದು ದೊಡ್ಡ ವಿಷಯವಲ್ಲ. അതിനേക്കാളും വലുതാണ് ഒരു ആത്മാവ് രക്ഷിക്കപ്പെടുന്നത്. ಅದಕ್ಕಿಂತ ಮಿಗಿಲಾಗಿ ಇರುವುದು ಒಂದು ಆತ್ಮ ದೇವರಿಗೋಸ್ಕರ ಮಿಗಿಲಾಗಿಸುವುದು. ഹല്ലേലൂയ.